ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എന്നത്തെ പോലും ഞാൻ ഇന്നൊരു വ്ളോഗും റെസിപ്പിയും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ആക്കാനും സപ്പോർട്ട് ആക്കാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ദിവസം മൊത്തത്തിലുള്ള വ്ളോഗാക്കിയിട്ടുണ്ട്. ഇതിൽ കുക്കിംഗ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറിയുണ്ട്, പിന്നെ ചെറുതായിട്ടുള്ളൊരു ഷോപ്പിംഗ് ക്ലിപ്പും കൂടി ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നെയ്പ്പത്തിരും ചിക്കൻ കറിയാണ് കേട്ടോ, നല്ലൊരു നാടൻ ദേശി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ ഇതിലേക്ക് ഒരു ടിപ്സും കൂടി ഞാൻ പറഞ്ഞു തരും. നല്ല തിക്കായിട്ട് നല്ല ഹെവി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയും കൂടിയാണ്. അപ്പോൾ പച്ചരി രാത്രി തന്നെ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് വേണ്ട തേങ്ങയാണ്. പിന്നെ ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ ഇതിലിപ്പോൾ ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1 കപ്പ് തേങ്ങ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി, പിന്നെ ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് വളരെ കുറച്ച് നിങ്ങളെ മിക്സി റണ്ണാവില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ വളരെ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നിങ്ങളിതൊന്ന് അരച്ചെടുക്കുമ്പോൾ എനിക്കില്ലേ കുറച്ച് പല്ലിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ നല്ലോണം കുറച്ച് നൈസ്, എന്നാൽ അത്ര നൈസല്ല, നമ്മുടെ ദോശമാവിനെ പോലൊന്നും നൈസല്ല, എന്നാൽ ചെറുതായിട്ടുള്ളൊരു നൈസും കൂടി ആക്കിയിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നെയ്പ്പത്തിൽ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഈ ടേസ്റ്റ് എൻ്റെ കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതിലേക്കുള്ള മാവില്ല, നമ്മൾ അരച്ചെടുക്കുമ്പോൾ പച്ചരിയില്ല, അപ്പോൾ അത് കുറച്ച് വെള്ളം പോലെ ഉണ്ടാകും. അപ്പോൾ ഇതിന് ഞാൻ ടൈറ്റാക്കി എടുക്കുന്നത് ഗോതമ്പ് മാവ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ടിട്ട് അതിലോട്ട് നല്ല ടൈറ്റാക്കിയിട്ടാണ്, എത്ര വേണം കുറച്ച് ഇട്ടിട്ട് നമ്മളിങ്ങനെ നോക്കിയിട്ട് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഞാനത് ടൈറ്റാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ കറിയിലേക്ക് ഒരു ചെറിയൊരു ഗ്രേവി ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂണോളം തേങ്ങ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 7-8 കാഷ്യൂനട്ടും ഒരു 3 ടേബിൾ സ്പൂണും ഫ്രഷ് ക്രീമും ഇട്ടിട്ട് നല്ല ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് നൈസാക്കിയിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളിയും, ഇപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ഒരു ഉള്ളിയും ഒരു 3 മീഡിയം സൈസിലുള്ള തക്കാളിയും, പിന്നെ എരിവിന് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മൺപാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മൂത്ത് വന്നപ്പോൾ അതിലോട്ട് ഒരു ഉള്ളി ഞാൻ സ്ലൈസായിട്ട് നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, കറി തിക്കായിട്ട് എപ്പോഴും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ തന്നെ ഉള്ളി നല്ല തിന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അത് നല്ലോണം ഒന്ന് മൂത്തിട്ട് അത് കളർ മാറുമ്പോൾ അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുറിച്ച് വെച്ച തക്കാളിയും പച്ചമുളകും ഇതിൽ ആഡ് ആക്കുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു, ഞാനത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുള്ളതാണ്. എന്നിട്ട് ഈ ഉള്ളി തക്കാളി ഇതിൽ നല്ല ഒന്ന് കുക്കായിട്ടിടണം. എന്നാൽ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല ഒരു മാഷ് രൂപത്തിലാവണം. അതുവരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ, മൂടി വെച്ച് വേവിക്കരുത്, ഫ്രൈ ആയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ആ സമയത്ത് ഞാൻ മിക്സിയിൽ കാഷ്യൂനട്ട്, തേങ്ങ, ഫ്രഷ് ക്രീം ഇത്രയും ആഡ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് നൈസാക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാലത്താണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആയിട്ട് ഞാൻ ഇതാണ് കുട്ടികൾക്കും കൂടി കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്, നെയ്പ്പത്തിൽ ചൂടാൻ വേണ്ടിയിട്ട്. ആ സമയത്തിൽ എൻ്റെ ഉള്ളിയും തക്കാളിയും നല്ല ഒന്ന് മാഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല ഒന്ന് ഫ്രൈ ആയിട്ട് മുറിഞ്ഞിട്ട് അങ്ങോട്ട് മാഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഗരം മസാല ഇടാക്കാം. അപ്പോൾ ഞാനില്ലേ മുളക്, മല്ലി, വലിയ ജീരകം, ചെറിയ ജീരകം ഇത്രയും നല്ലോണം മസാല വറുത്തരച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ഞാനിപ്പോൾ ആദ്യം ഇതിൽ നിന്ന് ഒരു 3-3.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടികൾ ആ ഒരു അളവിൽ തന്നെ ഇട്ട് കൊടുക്കാം. 1/2 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിൽ നല്ലൊന്ന് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ടിട്ട് ഒരു ഹാഫ് ഗ്ലാസ് മതി, ഹാഫ് കപ്പ് മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മൺപാത്രം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിക്കാൻ പറഞ്ഞത്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു സ്മോക്കി ഫ്ലേവർ ഓട്ടോമാറ്റിക് ഈ പാത്രത്തിൽ ഉണ്ടായിക്കൊള്ളൂ. അപ്പോൾ അത് ടേസ്റ്റ് ഇല്ല കേട്ടോ. നമ്മൾ വേണ്ടാത്ത കറിക്ക്, നമുക്ക് വേണ്ടാന്നിട്ട് ഉള്ള കറിക്ക് അങ്ങനെ സ്മോക്കി ഫ്ലേവർ കൊടുക്കേണ്ട ആവശ്യമില്ല. കറിയുടെ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ വേറായിപ്പോൾ. അപ്പോൾ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നോളും. എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ ചിക്കൻ കുക്കാവണം കേട്ടോ. എന്നിട്ട് വേണം അതിലോട്ട് നമ്മുടെ തേങ്ങ കാഷ്യൂനട്ടിൻ്റെ ഗ്രേവി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അത് കുക്കാവുന്ന സമയത്ത് ഞാൻ ഇവിടെ നെയ്പ്പത്തിരിയും ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് ഓരോ ബൗൾസൊക്കെ ആക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ പത്തിരി മനയില്ലേ, ആ പ്രസ്സിങ് ആ മനയില്ലേ അതിലാണ് കേട്ടോ ഞാൻ പ്രസ്സാക്കിയിട്ട്
ഓയിലിട്ട് കൊടുക്കുന്നത്. നല്ല പൊങ്ങിയിട്ട് തന്നെ നല്ല നെയ്പത്തിരി, ഫസ്റ്റ് ക്ലാസ് നെയ്പത്തിരി തന്നെ ആയിട്ട് കിട്ടുന്നുണ്ട് എനിക്ക്. അങ്ങനത്തെ ഓരോന്നും ഞാനിങ്ങനെ പൊങ്ങിച്ചിട്ട് എടുക്കുന്നുണ്ട്. എല്ലാം പൊങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തീ നിങ്ങൾക്ക് ഒരേ അളവിൽ വെച്ച് കൊടുക്കാൻ പാടില്ല. ഒരിക്കൽ നിങ്ങളിങ്ങനെ തീ ഹൈയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ എണ്ണ നല്ലോണം ആയിട്ടുണ്ടെങ്കിൽ തീ നല്ലോണം കുറച്ച് വെക്കണം. അപ്പോൾ തീ കുറഞ്ഞത് നല്ലോണം കുറഞ്ഞു പോയിന്നുണ്ടെങ്കിൽ തീ കുറച്ച് മീഡിയമിൽ വെക്കാം. അപ്പോൾ തീയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടേ വേണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരുപോലെ ആയിട്ട് ഈ അപ്പം കിട്ടൂല. അപ്പോൾ തീ ഒന്ന് ചെറുതും വലുതും ആയിക്കൊണ്ടിരിക്കണം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് വെള്ളം ഇങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കണം. എന്നാലും പൊങ്ങി വന്നിട്ട് നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് സോഫ്റ്റായിട്ടും കൂടി നമ്മുടെ നെയ്പത്തിരി കിട്ടും. അപ്പോൾ നെയ്പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചുട്ട് മൊത്തത്തിലങ്ങ് കഴിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ ചിക്കനില്ല, അത് വെന്തിട്ട് നല്ലോണം വെന്തിട്ട് അതിൻ്റെ എല്ല് വേറെ ചിക്കൻ വേറെ അങ്ങനെ ആകുമ്പോഴാണ് ചിക്കൻ കറി വെന്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആ സമയത്ത് ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ ഗ്രേവി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എത്രയും തിക്ക് വേണോ അത്രയും തിക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടില്ലേ ഇതിലേക്കൊരു ദേശി ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ നാടൻ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ നമുക്ക് ഹെവി ആയിട്ട് നല്ല ഗ്രാൻഡായിട്ടുള്ള ചിക്കൻ കറിയും വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ തേങ്ങ, കാഷ്യൂനട്ട്, ഫ്രഷ് ക്രീം എല്ലാം കൂടി അരച്ചെടുത്തിട്ടില്ലേ, അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ആക്കുന്നുണ്ട്. പിന്നെ ഇത് എനിക്കിത് അപ്പം കാണിച്ചു തരാം. എൻ്റെ നെയ്പ്പത്തിൽ നല്ല പൊങ്ങിയിട്ട് ഉള്ളൊക്കെ നല്ല കുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുള്ളൊരു നെയ്പ്പത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ ചാറിലോട്ട് ഇങ്ങനെ മുക്കി കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ സമയത്ത് ഇതിലിപ്പോൾ ചെറിയൊരു ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ തീ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്, ഏകദേശം തിളച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ, ഏത് ചിക്കൻ കറി ആയാലും നിങ്ങൾ ബട്ടർ ചിക്കൻ അല്ലാത്ത കറിയാണെങ്കിലും ബട്ടറിന് പകരം 1 ടേബിൾ സ്പൂൺ നെയ്യാണെങ്കിൽ ഒഴിച്ച് നോക്കുക. കറിൻ്റെ ഒരു ടേസ്റ്റേ വേറാവുക. എന്നിട്ട് കുറച്ച് കസൂരി മെത്തി എല്ലാ കറിക്കും നിങ്ങൾ ആഡ് ആക്കി കൊടുക്കുക. ഏത് രീതിയിലുള്ള ചിക്കൻ കറി വെച്ചാലും കുറച്ച് കസൂരി മെത്തി, കുറച്ച് കറിവേപ്പില ആഡ് ആക്കി നോക്കുക. അതിൻ്റെ ഒരു ടേസ്റ്റേ വേറെ കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ കഴിക്കാൻ പോവാം. ഇനിയിപ്പോൾ കോഫിയും നെയ്പ്പത്തിലും നല്ല ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല മുക്കി കഴിക്കാനും നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ ഇത് ബട്ടർ ചിക്കൻ കറിയാണോ അല്ല ഇത് നോർമൽ ചിക്കൻ കറിയാണോ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാ ചാറ് കറിയാണോ, ഒന്നും മനസ്സിലായി. എന്താ ഹൈ ലെവലിലുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറിയും കൊടുത്ത് ഞങ്ങളൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് ലഞ്ചിനും ഞാൻ അത് തന്നെയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഉച്ചക്കേക്കുള്ള കറി എൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഉച്ചക്കേക്കുള്ള ലഞ്ച് ഞാൻ വീട്ടിൽ കഴിക്കുന്നില്ല. എനിക്ക് ചെറുതായിട്ടൊരു ഷോപ്പിംഗ് ഉണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഞാൻ മീലാദിനൊക്കെ ഷോപ്പിംഗ് ആക്കാൻ പോയപ്പോൾ എനിക്കൊരു ഗൗണ് ഞാൻ അതേ ഷോപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എനിക്കത് മേടിക്കണമെന്ന് തോന്നി. അങ്ങനെ വീണ്ടും ഞാൻ ആ ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അന്ന് ഞാൻ വന്നപ്പോൾ ഈ ഡ്രസ്സിൽ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത് സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്. കാരണം വേറെ മോഡലൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ എനിക്കത് അന്നേ ഇഷ്ടപ്പെട്ടതായിരുന്നു. നമുക്ക് ഓരോന്നും ഓരോ ടൈമിൽ ഇഷ്ടപ്പെടുമ്പോൾ നമ്മളത് എന്തായാലും മേടിക്കണം. പിന്നെ നമുക്ക് ഖേദിക്കാൻ വരില്ല. ഇപ്പം ഞാൻ പോയിട്ട് ഇപ്പോൾ 2-3 ദിവസമായി കേട്ടോ. ഈ 3 ദിവസം എനിക്ക് ആ ഒരു ഡ്രസ്സ് തന്നെയായിരുന്നെങ്കിൽ അതന്ന് മേടിക്കണമായിരുന്നു. അത് മേടിക്കാത്തത് എനിക്കൊരു അബദ്ധം പറ്റി അങ്ങനെയൊക്കെ തോന്നിക്കൊണ്ടിരുന്നു കേട്ടോ. എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് ഞാനത് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഷോപ്പിൽ നിന്ന് പുറത്തും വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിങ്ങൊക്കെ പോയാൽ നല്ലോണം വിശക്കും, നല്ലോണം ദാഹിക്കും. മഴയൊക്കെ വരുന്നുണ്ട്. എന്നാലും ഈ രണ്ടിന് പുറത്ത് പോയാൽ അത് മസ്റ്റായിട്ട് ഉണ്ടാവും നമ്മളുടെ കൂടെ. അത് എനിക്ക് മാത്രമാണെന്നറിയില്ല, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളും കൂടി എൻ്റെ കമൻറ്റിലൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ബർഗർ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചോറും കറിയൊന്നും എനിക്ക് പുറത്ത് പോയി ഇങ്ങനെ കഴിക്കാനും ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ബർഗറിലോട്ടില്ലേ ടൊമാറ്റോ ചില്ലി സോസ് മാത്രം ആഡ് ആക്കിയിട്ട് കഴിക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ബർഗറാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ കഴിക്കുന്നുണ്ട്. നല്ല പ്രസ്സാക്കിയിട്ട് തന്നെ കൊടുത്തിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വായിക്ക് വെക്കാൻ പറ്റില്ല. നല്ല ഹെവി ആയിട്ടുള്ള ബണ്ണാണ് കേട്ടോ ഇത്. അങ്ങനത്തെ പ്ലേറ്റൊക്കെ കാലിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് കുളിച്ച് നിസ്കരിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോയ ആ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അത്രയ്ക്ക് ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സിന്. ഞാനൊരു 3 ദിവസത്തോളം എനിക്കത് എടുക്കണമായിരുന്നു അങ്ങനെ തോന്നിയിട്ട് ഒരുപാട് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഫുൾ സ്ലീവായിട്ടുള്ള നടുക്ക് ഒരു
ടൈ ഒക്കെ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. എന്നാൽ ഗൗണ് ഉള്ളിലൊരു ടോപ്പും പുറത്ത് ഓപ്പൺ ടോപ്പും ആയിട്ടുള്ള ഒരു ഗൗണായിരുന്നു. പിന്നെ ഞാൻ വരുമ്പോഴേൽ 2 പാത്രങ്ങൾ, ഒരു അപ്പം പാനും ഒരു ദോശ പാനും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആ സമയത്ത് കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവല്ലോ. അപ്പോൾ അതൊക്കെ കഴിക്കുന്നതും കൂടുതൽ എനിക്ക് വേണമെന്ന് പറഞ്ഞ് തിരക്കിടുന്നതും അങ്ങനത്തെ പരിപാടികളാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത് ഞാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന ഈ വീഡിയോസിന് നിങ്ങളൊരു ചെറുതായിട്ടെങ്കിലും ഒരു സ്മൈൽ തന്ന് ഒന്ന് സപ്പോർട്ടാക്കുക കേട്ടോ. കണ്ടിട്ട് കണ്ടില്ല എന്നിട്ട് നിങ്ങൾ പോവല്ലേ, ഇതെൻ്റെ റിക്വസ്റ്റും കൂടിയാണ്. ഒന്ന് സപ്പോർട്ടാക്കുക. പിന്നെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ടും കൂടി ഒന്ന് സപ്പോർട്ടാക്കുക. ഇനിയിപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ആക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും മറക്കല്ലേ. അപ്പോൾ എല്ലാവരോടും കൂടി സന്തോഷത്തോടെ ഞാൻ ഇവിടെ പറയുന്നു. നിങ്ങളും സന്തോഷത്തോടു കൂടി എന്നെ ഒന്ന് സപ്പോർട്ടാക്കുക. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.